ഹലോ, നമസ്കാരം. ചുട്ടുപൊള്ളുന്ന ചൂടും നിലയ്ക്കുന്ന വൈദ്യുതിയും പവർ കട്ടില്ലാത്ത 10 വർഷം എന്നതൊക്കെ പഴം കഥയായി. ചൂടിൽ ഉരുകിയൊലിക്കുന്ന മനുഷ്യരെ എന്ന് പറയാനിരുന്നതാണ്. ഇപ്പോൾ പക്ഷേ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വേനൽ മഴയുടെ റിപ്പോർട്ടുകൾ വരികയാണ്. ജനകീയ വിഷയങ്ങളുമായി തുടങ്ങുന്നു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാർ. 10 വർഷം നീണ്ട സർക്കാർ അവകാശവാദങ്ങളുടെ ഫ്യൂസ് KSEB ഊരിയ ദിവസമാണിന്ന്. വൈകിട്ട് 6 മുതൽ 12 വരെയുള്ള പീക്ക് അവറിൽ ഇനി അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ഉണ്ടാകും. വൈദ്യുതി വിതരണ പ്രസരണ ശൃംഖലയുടെ ആഘാതം ഒഴിവാക്കാൻ നിയന്ത്രണം കൂടിയേ തീരൂ എന്നാണ് വിശദീകരണം. ഊർജ്ജ സെക്രട്ടറി പങ്കെടുത്ത KSEBയുടെ ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനം പൊതുജനങ്ങളെ വെന്തുരുക്കുന്ന അവസ്ഥയിലാക്കും. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വീണ്ടും പവർ കട്ട്. കട്ടെന്ന പരിഹാസമുയർന്നപ്പോഴും CPIM-ഉം LDF-ഉം ആഞ്ഞെതിർത്തു. ഇതല്ല വൈദ്യുതി നിയന്ത്രണം എന്നുള്ളതായിരുന്നു വിശദീകരണം. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന വിളിപ്പേരിനെതിരെയും വിമർശനമുയർന്നു. എന്നാൽ ഇന്നിതാ പീക്ക് കവറിൽ വൈദ്യുതി നിയന്ത്രണമെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം. ജെൻസി തലമുറ ഇനി പവർ കട്ട് എന്തെന്നറിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPIM-ന്റെ വലിയൊരു ക്യാമ്പയിൻ കൂടിയാണ് ഇന്ന് പൊളിഞ്ഞു വീണത്. കൊടും വേനലിൽ വൈദ്യുതി ആവശ്യം കൂടുമെന്നറിയാമായിരുന്നിട്ടും വേണ്ട ആസൂത്രണം നടപ്പാക്കിയില്ലെന്ന് കുറ്റപ്പെടുത്തിയത് റെഗുലേറ്ററി കമ്മീഷനാണ്. ഉദ്യോഗസ്ഥർ യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്താൻ മനസ്സ് കാണിക്കുന്നില്ലെന്നും വിമർശിച്ചിരുന്നു. ഒടുവിൽ ഗതികെട്ട് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിലയിരുത്താൻ ചേർന്ന KSEB ഉന്നതതല യോഗത്തിൽ അരമണിക്കൂർ ഔദ്യോഗിക ലോഡ് ഷെഡിംഗിന് തീരുമാനമായി. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള സമയങ്ങളിലാണ് നിയന്ത്രണമുണ്ടാവുക. സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് സെന്റർ ചീഫ് എഞ്ചിനീയർക്കാണ് യോഗം അനുമതി നൽകിയത്. സ്ഥിതിഗതികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ദിവസവും വിലയിരുത്തണം. വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മുതൽ 12 വരെ പൂർണ്ണമായും ഒഴിവാക്കുകയും AC-യുടെ താപനില 24-26 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. ഇപ്പോൾ ഇവരെ കൊണ്ട് പറഞ്ഞത് ലോഡ് ഷെഡിങ് ഒഴിവാകുമെന്നാണ് തോന്നുന്നത്. ഇന്ന് മഴ പെയ്തു, നമുക്ക് 250 മെഗാവാട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ലോഡ് ഷെഡിങ്ങിൻ്റെ വലിയ പ്രശ്നം വരില്ല എന്നാണ്. ഇപ്പോഴും നേരത്തെ ലോഡ് ഷെഡിങ് ഇല്ല, ഒരു നിയന്ത്രണമേ ഉള്ളൂ. അതും ഒഴിവാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് തുടരുന്ന അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ആലുവ തോട്ടക്കാട്ടുകരയിൽ വൈദ്യുതി തടസ്സപ്പെട്ടതോടെ നാട്ടുകാർ KSEB ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് പ്രതിഷേധിച്ചു. കോഴിക്കോട് കുന്നമംഗലം കാരന്തൂരിൽ വൈദ്യുതി നിലച്ചതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ കുന്നമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന KSEB ഓഫീസിൽ കിടന്നു പ്രതിഷേധിച്ചു. വൈദ്യുതി വാങ്ങുന്നതിലേക്കായി 3 സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരെ KSEB കണ്ടെത്തിയിട്ടുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച 10 രൂപയിൽ താഴെ നിരക്കിൽ ഇവരിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കാനാകുമോ എന്നതാണ് KSEB പരിശോധിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് 150 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമെന്നും KSEB പ്രതീക്ഷിക്കുന്നു. വേനൽ മഴ ലഭിച്ചാൽ പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്ന് വിലയിരുത്തലിലാണ് KSEB. ശരിയാണ്, സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ വൻ കുതിപ്പുണ്ട്. ഇന്നലത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. 118.26 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലെ മാത്രം ഉപയോഗിച്ചത്. 91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്നാണ് കണ്ടെത്തിയത്. അപ്പോഴും ഇത് വിളിച്ചു വരുത്തിയ പ്രതിസന്ധിയല്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം. കൊടും ചൂടിൽ പാമ്പുകടിക്കൊപ്പം മലയാളികളെ ഈ ഗതികേടിലേക്ക് എത്തിച്ചത് ആരെന്ന് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വേനലിൽ വൈദ്യുതി ഉപയോഗം കൂടുമെന്നും അതാവശ്യമാണെന്നും തിരിച്ചറിയാത്ത ഉദ്യോഗസ്ഥർ എന്തിനിവിടെ ഇരിക്കുന്നു എന്ന് പൊതുജനം ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. രാത്രിയിൽ അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് എന്ന വൈദ്യുതി ബോർഡിന്റെ പ്രഖ്യാപനത്തിൽ കടുത്ത ആശങ്കയിലാണ് ജനം. കൊടും ചൂടിൽ പവർ കട്ട് കൂടി വരുന്നെന്ന ഞെട്ടലിൽ വീണ്ടും വിയർക്കുകയാണ് നാട്. ജനങ്ങളുടെ പ്രതികരണം കാണാം. അരമണിക്കൂർ ഇരുട്ടിലോ. ലോഡ് ഷെഡിങ് എന്ന് പറയുന്നത് ജനങ്ങളോട് ദ്രോഹിക്കുന്ന പരിപാടിയാണ്. ഈ ചൂടുകാലത്ത് ലോഡ് ഷെഡ് പറഞ്ഞു കഴിഞ്ഞാൽ ജനം എങ്ങനെ സഹിക്കുന്ന? ചൂടുകാലം ഞങ്ങളൊക്കെ ചത്തുപോകും, അത്രയേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അരമണിക്കൂർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ ചൂടിന് അരമണിക്കൂർ എന്നല്ല, ഒരു 10 മിനിറ്റ് കറണ്ടില്ല വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഭയങ്കര പാടാ, പിള്ളേരെയൊക്കെ കൊണ്ട് കിടക്കാനൊക്കെ ഭയങ്കര പാടാ. പിന്നെ ചൂടൊന്നാമത് ചൂട്. അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഉറങ്ങാനോ അല്ലെങ്കിൽ പായ കിടന്ന് തന്നെ ഒഴുകുകയാണ് മൊത്തം ഇതായിട്ട്.
ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേ ബുദ്ധിമുട്ടാണെന്നോ അതിൻ്റെപ്പോൾ നമ്മളൊക്കെ മരിക്കാൻ പോണ ചൂട്. ഇന്നലെ കരണ്ട് പോയ പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങിയിട്ടില്ല. ഭയങ്കര ഒരു അസ്വസ്ഥതയെന്ന് പറഞ്ഞാൽ തീയിൽ കിടന്ന് ജീവിക്കണേന് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം വെച്ചാൽ ലോഡ് ഷെഡിങ് ഇത്ര പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഈ ചൂട് കാലത്ത് ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥ വെച്ച് നമ്മളെ ഇടങ്ങേറാക്കുന്ന ഒരു ലോഡ് ഷെഡിങ് ആണ്. ഈ രാത്രി ഇന്നലെ തന്നെ കറണ്ട് പോയത് 10:30 മണിക്ക്. നമുക്ക് കിടന്ന് കണ്ണ് വലിഞ്ഞു വന്നപ്പോഴത്തേക്കാണ് കറണ്ട് പോയത്. AC ഇല്ലാതെ ഇപ്പോൾ ആർക്കും പറ്റില്ല. ആ വിധത്തിലുള്ള ചൂടല്ലേ, പുകയെന്നാണല്ലോ നമ്മുടെ മേലൊക്കെ പകലൊക്കെ ഇപ്പോൾ രാത്രിയാണെങ്കിലും. അപ്പോൾ പിന്നെ കറണ്ട് എൻ്റെ ഇപ്പോൾ ചോദിച്ചത്, അത് പറഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുള്ളൂ നമ്മൾ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കറണ്ട് പോകുന്നത്. ഒന്നാമത് പാമ്പ് ശല്യം കൂടെ ഉള്ളതിനെ കൊണ്ട് രാത്രി ഒന്ന് പുറത്ത് വന്നിരിക്കാൻ പോലും ഭയങ്കര പേടിയാണ് ഇപ്പോൾ. ചൂട് കാരണം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്, പവർക്കെട്ട് കാരണം. എല്ലാം ഒന്നാമത് ഇരുടുമാണ് എല്ലാം മൊത്തത്തിൽ. പിന്നെ ആ ചൂടിൻ്റെ കൂടെ ഇത് പവർക്കെട്ടാകുമ്പോൾ എല്ലാം കൂടെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പവർ കട്ട് പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 10-15 കൊല്ലം മുന്നേ ഉള്ള ഒരു ഓർമ്മകളാണ് ഇപ്പം ഒരു പവർ കട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പവർ കട്ടിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കുള്ളത്. കാരണം ഇവർ അരമണിക്കൂർ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി പോയത് 2 പ്രാവശ്യമാണ് പോകുന്നത്. ഒന്നുകിൽ ഇത് അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പോയിട്ട് വന്നാൽ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് കട്ട്, ഒരു മണിക്കൂർ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കട്ട് ചെയ്തു. വകുപ്പ് എന്താണെന്ന് മനസ്സിലായില്ല. നമുക്കിപ്പോൾ രാത്രി ഒരു 10-10:30 മണിയൊക്കെ ആകുമ്പോൾ പവർ കട്ട് തുടങ്ങുന്നുണ്ട്. ഓൾറെഡി ഒരു 10-20 മിനിറ്റ് പോവും, വീണ്ടും വരും, വീണ്ടും പോവും, വീണ്ടും വരും. അങ്ങനെ രാത്രി ഫുള്ളുള്ളത്. ആൾക്കാർക്ക് മര്യാദയ്ക്കൊന്ന് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാൻ വരെ കഴിയുന്നില്ല. അപ്പോൾ ഇപ്പോൾ പവർ കട്ട് ഇല്ല എന്നാണ് പറയുന്നത്. ഓൾറെഡി പവർ കട്ട് എന്നേ തുടങ്ങിക്കഴിഞ്ഞത്. നിരവധി പ്രേക്ഷകർ വൈദ്യുതി ബോർഡിൻ്റെ തീരുമാനത്തോട് പ്രതികരിക്കുന്നുണ്ട്. അലി അക്ബർ ഒരു കവിതയാണ് എഴുതിയിരിക്കുന്നത്. ചൂടോടെ ഓടുന്നു നാടും നഗരവും, സൂര്യതാപത്തിൻ്റെ ആഘാതം താങ്ങാതെ കറണ്ടിൻ്റെ കളികളും കാണുന്നു പലവിധം, എന്തൊക്കെ വന്നിടാറുണ്ടെന്നറിയില്ല എന്നാണ് അലി അക്ബർ എഴുതിയിരിക്കുന്നത്. ആൽഫ പറയുന്നു രാത്രി 12 മണി വരെയോ, എന്നാൽ പിന്നെ 24 മണിക്കൂറായി പിടിച്ചാൽ പോരെ എന്ന കാര്യം. ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ. ചേറാടി പറയുന്നു കേരളത്തിൽ സ്വകാര്യവൽക്കരണം വേണ്ടുന്നത് വൈദ്യുതി ഉൽപ്പാദന വിതരണ മേഖലയിലാണ്. ആരോഗ്യം, ഗതാഗതം, ടെലികോം മേഖലകൾ സ്വകാര്യവൽക്കരിക്കണം എന്ന കാര്യമാണ് ചേറാടിക്ക് പറയാനുള്ളത്. പവർ കട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി എന്ന് അല്ലി ഫ്ലവർ ചോദിക്കുന്നുണ്ട്. സുജേഷ് നന്നങ്ങാടി പറയുന്നു വൈദ്യുതി അരമണിക്കൂർ പോവണോ അതോ ഒരു പോക്ക് പോകണോ? ഞാനടക്കം നമ്മളെല്ലാം KSEBക്ക് കൊടുത്ത ടോട്ടൽ കണക്ഷൻ ലോഡ് അപ്ഡേറ്റ് ചെയ്യൂ, നമ്മൾ നേരത്തെ കൊടുത്ത ലോഡ് തെറ്റായിരുന്നു. അങ്ങനെ ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ ഈ വൈദ്യുതി ബോർഡിൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് 24ൻ്റെ കമൻറ്റ് ബോക്സിൽ, യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. കാട്ടാനക്കൂട്ടം കുത്തിമറിക്കുകയാണ് തിരുവമ്പാടിയിലെ മലയോര കർഷകരുടെ ജീവിതം. നട്ടും നനച്ചും വർഷങ്ങളെടുത്ത് വളർത്തിയ വിളകളെല്ലാം ഒറ്റ രാത്രി കൊണ്ടാണ് ചവിട്ടിമെതിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനയെ ഭയന്നാണ് ഇവിടുത്തുകാരുടെ ഓരോ രാവും പുലരുന്നത്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാനക്കൂട്ടവും വ്യാപക കൃഷിനാശമാണ് വരുത്തിയത്. വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. നോക്കാം കാടിറങ്ങുന്ന ഭീതി. സംഘമടങ്ങിയ കാട്ടാനക്കൂട്ടമാണ് തിരുവമ്പാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. തിരുവമ്പാടി പഞ്ചായത്തിലെ മലയോര മേഖലയായ ആനക്കാംപൊയിൽ, ചെറുശ്ശേരി, ഓടപ്പൊയിൽ എന്നിവിടങ്ങളിലെ കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വൻതോതിൽ കാർഷിക വിളകളും പറമ്പിലെ കയ്യാലകളും കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ഹോസുകളും നശിപ്പിച്ചാണ് തിരികെ കാട് കയറിയത്. പ്രദേശത്തെ കർഷകരുടെ തെങ്ങ്, കമുങ്ങ്, വാഴ, ജാതി, കൊക്കോ തുടങ്ങിയ വിളകളെല്ലാം കാട്ടാനകൾ നശിപ്പിച്ചു. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമതെ ഞങ്ങൾക്ക് ജീവന് ഭീഷണിയാണ്. രാത്രിയിൽ സന്ധ്യയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ തന്നെ വളരെ പേടിയാണ്. കാരണം തൊട്ട് താഴെയാണ് വീട്. ഈ കുഞ്ഞുമക്കളെയും കൊണ്ടൊക്കെ താമസിക്കുന്നല്ലേ. ചക്ക ഉണ്ടായത്, പ്ലാവ് എല്ലാം കണ്ണി കാണുന്നൊക്കെ ചവിട്ടി നശിപ്പിച്ച് അവർ പോരുന്നിടെല്ലാം നിരപ്പാക്കി പോരുമല്ലേ. ഈ പറഞ്ഞ മാതിരി ഒന്ന് പടക്കം പൊട്ടിച്ച് 1-2 പടക്കം പൊട്ടിച്ച് അവരവരുടെ വഴിക്ക് പോകുന്നു. ഉച്ചിര കയറ്റി വിട്ടിച്ച് കുറച്ച് മുള്ളോട്ടക്കാൻ കയറ്റി വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അവരും അവരുടെ പാട്ടിനും, അവരും മനുഷ്യരല്ലേ, അവരും ജീവിക്കുന്നുണ്ട്, അവരും അങ്ങ് പോകും.
പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നു. വനം വകുപ്പ് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള നായർകൊല്ലി സെക്ഷന്റെ അധീനതയിൽപ്പെട്ട പ്രദേശമാണിത്. ആനക്കാംപൊയിലിൽ പുതുതായി അനുവദിച്ച ഫോറസ്റ്റ് സ്റ്റേഷനും സർവ്വസന്നാഹങ്ങളും ഉണ്ടായിട്ടും വന്യമൃഗശല്യത്തിന് യാതൊരു കുറവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തരമായ ഒരു ശാശ്വത പരിഹാരം നമ്മൾ ഈ മലയോര മേഖലയിൽ കാണണം. ഒരു ഭാഗത്ത് പന്നിയാണെങ്കിൽ ഒരു ഭാഗത്ത് ആന. ഇപ്പം ഇവിടെ കണ്ടില്ലേ, 3-4 ദിവസമായിട്ട് ആന തമ്പടിക്കുകയാണ് ഈ ആനിക്കാംപോയിൽ, ഈ പറയുന്ന ചെറുശ്ശേരി ഭാഗങ്ങളിൽ. ഒരു പരിഹാരവും കാണുന്നില്ല. വ്യാപകമായ കൃഷി, എത്ര തെങ്ങുകൾ ഇവിടെ നശിപ്പിച്ച, വാഴകൾ, കവുങ്ങ്, കായ്ച്ച ജാതികൾ, കൊക്കോ എല്ലാം നശിപ്പിക്കുകയാണ്. അപ്പം ഇവിടെയുള്ള കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. ഒരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം നമ്മൾ ഇതിന്റെ പുറകെയാണ്. കാട്ടിൽ തമ്പടിച്ചു നിൽക്കുന്ന കാട്ടാനക്കൂട്ടത്തെ വനപാലകർ എത്തി പടക്കം പൊട്ടിച്ച് തുരത്താറുണ്ടെങ്കിലും ആനകൾ വീണ്ടും എത്തുമെന്നാണ് പ്രദേശവാസികളുടെ പരാതി. രൂക്ഷമായ വരൾച്ച കാരണം ഭക്ഷണവും വെള്ളവും തേടി വന്യമൃഗങ്ങൾ കാടിറങ്ങുകയാണ്. പ്രദേശത്ത് RRT സംഘത്തിന്റെ നിരീക്ഷണം ഊർജിതമാക്കണമെന്നും സൗരോർജ്ജ വേലികൾ സ്ഥാപിക്കാൻ അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ദിലിഷ തിലകൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. മിനിബാബു പറയുന്നു, പാമ്പ്, ആന, നായ്, കൊടുംചൂട് കൂടാതെ പവർ കെട്ടും മനുഷ്യന്റെ സ്വസ്ഥമായ ജീവിതം നഷ്ടമായി എന്ന്. സൈദലവി പറയുന്നു, വനം വകുപ്പ് ഇപ്പോൾ ഉണ്ടോ, പാട്ടു പാടാൻ പോയില്ലേ എന്നാണ് പറയുന്നത്. ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അധികൃതരുടെ അനാസ്ഥയിൽ ലക്ഷങ്ങൾ നശിക്കുന്ന കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി നഗരസഭകൾ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ പദ്ധതിയായിരുന്നു ഷീ ലോഡ്ജ്. നഗരത്തിലെത്തുന്ന വനിതകൾക്ക് സുരക്ഷിത ഇടം എന്ന ആശയം ഏറെ പ്രയോജനപ്പെടുന്നതായിരുന്നെങ്കിലും തുടക്കത്തിൽ കാട്ടിയ ആവേശം പക്ഷേ നഗരസഭകൾക്ക് പിന്നീടുണ്ടായില്ല. പലയിടങ്ങളിലും ഷീ ലോഡ്ജ് ഇന്ന് പ്രവർത്തനരഹിതമാണ്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം നശിക്കുകയാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി ഒരുക്കിയ കെട്ടിടത്തിൽ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാണ്. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാഴാക്കുന്ന പണം പടുത്തുയർത്തുന്ന കെട്ടിടം. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി തങ്ങാൻ സ്ത്രീകളുടേത് മാത്രമായി ഒരിടം. അതാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഷീ ലോഡ്ജ്. കൊച്ചി നഗരത്തിലടക്കം പലയിടങ്ങളിലും മാതൃകാപരമായി ഇത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എറണാകുളം ജില്ലയിലെ തന്നെ മൂവാറ്റുപുഴയിലടക്കം സ്ഥിതി ഇതല്ല. വർഷം മുൻപ് മൂവാറ്റുപുഴ നഗരസഭയുടെ അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടി KSRTC സ്റ്റാൻഡിന് സമീപം പണിത ഷീ ലോഡ്ജ് പണി പൂർത്തിയായെന്ന അവകാശവാദത്തോടെ ഉദ്ഘാടനം നടത്തിയെങ്കിലും പിന്നീട് തുറന്നുകൊടുത്തില്ല. ശുചിമുറിയുടെ മാലിന്യ ടാങ്കും മലിനജല ശേഖരണത്തിനുള്ള ടാങ്കും ഇല്ലാതെയാണ് കെട്ടിടം നിർമ്മിച്ചത് എന്നുള്ളതാണ് പ്രത്യേകത. കെട്ടിടത്തിന് സമീപത്ത് എവിടെയും ടാങ്കുകൾ നിർമ്മിക്കാനുള്ള സൗകര്യവുമില്ല. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന കെട്ടിടത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണ്. മലിനജലം ഒഴുക്കിവിടാൻ സൗകര്യമില്ലാത്തതിനാൽ തുറക്കാൻ കഴിയില്ലെന്ന് നഗരസഭ. പിന്നെന്തിനാണ് കെട്ടിടം നിർമ്മിച്ചതെന്ന് നാട്ടുകാർ. ഇതിന്റെ അകത്ത് മുഴുവൻ അഴിമതിയായിരുന്നു. അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിഷയങ്ങളും ചേർത്ത് ഞാൻ ഓംബുഡ്സ്മാന് പരാതി നൽകിയിട്ടുണ്ട്. പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവർ അതിൻ്റെ ഇത് വരും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുകയാണ്. 50 ലക്ഷത്തോളമാണ് പദ്ധതിയുടെ ചെലവ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുൾപ്പെടെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഓംബുഡ്സ്മാന് പരാതിയും നൽകി. ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ കൃത്യമായ പരിശോധനയോ പഠനമോ ഇല്ലാത്തതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മൂവാറ്റുപുഴയിലെ ഈ ഷീ ലോഡ്ജ്. ഇത് കേരളത്തിൽ ഇവിടുത്തെ മാത്രം കാഴ്ചയല്ല. പലയിടങ്ങളിലും ഇങ്ങനെയുള്ള പദ്ധതികൾ ഈ അവസ്ഥയിലാണ് എന്നുകൂടിയാണ് കാണേണ്ടത്. ലിഡിയ ജേക്കബ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. സുധീഷ് എമ്മൻ പറയുന്നു, ഇങ്ങനെ എത്രയെത്ര പണമാണ് പാഴായി പോകുന്നത്, ആർക്കും പ്രയോജനമില്ലാതെ എന്ന്. ഇങ്ങനെ ഈ പണം അനാവശ്യമായി ധൂർത്തടിച്ച് പാഴാക്കി കളയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ, ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൊതുഖജനാവിലെ പണം ഈ നിലയിൽ ആർക്കും പ്രയോജനമില്ലാതെ പല ഭാഗങ്ങളിലായി കുറേ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ആ പ്രവണതയ്ക്കും തടയിടേണ്ടതാണ്. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. പണിത് ഒരു വഴിക്കാക്കി എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു റോഡിൻ്റെ കഥയാണ് ഇനി പറയുന്നത്. ഇടുക്കിയിലെ മുള്ളരിങ്ങാട് വെള്ളക്കയം മൊട്ടമുടി ബ്ലാത്തിക്കവല റോഡിൻ്റെ നിർമ്മാണം 16 വർഷം മുമ്പ് തുടങ്ങിയതാണ്. പക്ഷേ പണി പൂർത്തിയായില്ലെന്ന് മാത്രമല്ല, വളരെ ശോചനീയമാണ് ആ റോഡിൻ്റെ അവസ്ഥ.
ദയവായി റോഡൊന്ന് നന്നാക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വഴിയറിയാതെ ജനം പെരുവഴിയിൽ. ഇടുക്കിയിലെ റോഡുകളുടെയൊക്കെ നിർമ്മാണ ഘട്ടത്തിൽ പലവിധ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. പലപ്പോഴും റവന്യൂ വകുപ്പും വനം വകുപ്പും തമ്മിലുള്ള തർക്കമാണ് അതിനൊക്കെ കാരണമായി മാറുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ 16 വർഷത്തിലധികമായി ഒരു റോഡിനു വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരൽപ്പം കടന്നുപോയില്ലേ? വെള്ളക്കയം മൊട്ടമുടി ബ്ലാത്തിക്കവല റോഡിന്റെ പണി നിലച്ചിട്ട് 2 വർഷം. 7 കിലോമീറ്ററാണ് റോഡിന്റെ ദൂരം. മുള്ളരിങ്ങാട് വെള്ളക്കയത്ത് നിന്ന് തുടങ്ങി വെള്ളിലാം തൊട്ടി വഴി ബ്ലാത്തിക്കവല എത്തുന്ന വഴിയാണ്. മെറ്റൽ വരെ നിരത്തി. പിന്നെ പണി നടന്നില്ല. വെള്ളക്കയത്ത് നിന്നും തുടങ്ങി ബ്ലാത്തിക്കവലയിൽ ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ ചേരുന്ന വഴിയാണിത്. ഗോത്രവർഗ ജനത ഉൾപ്പെടെ 100 കണക്കിന് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡ്. ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 2006 തുടങ്ങിയ റോഡാണ്. അത് കഴിഞ്ഞ് PWD ഏറ്റെടുത്ത് ഈ റോഡ് പണിയെല്ലാം പണി തീർത്ത് റബ്ബറൈസർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്താണ് ഫോറസ്റ്റുകാർ സ്റ്റേ കൊടുത്ത് റോഡ് പണി നിർത്തിക്കളഞ്ഞത്. അത് കഴിഞ്ഞ് ഈ റോഡ് ഇപ്പോൾ ഇതിൽ നടക്കാൻ പോലും പറ്റുന്നില്ല. ഇത് ഹൈവേയിലേക്ക് ചെന്ന് മുട്ടുന്ന റോഡാണ്. അതായത് തേനിയിലേക്ക് ചെല്ലുന്ന റോഡാണ്. എന്തോരം ആൾക്കാർ വരും, ഇവിടെ എന്തോരം വികസിക്കും. ഒന്നാമത് കാണാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ, നല്ല പ്രദേശമാണ്. ഇത്രയും ബുദ്ധിമുട്ടിൽ ഞങ്ങളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ കയറി പോകില്ല, ബൈക്ക് കയറി പോകില്ല, ജീപ്പ് കയറി പോകില്ല, ആകെപ്പാടെ പിക്കപ്പ് മാത്രമേ കയറി പോകുള്ളൂ. 2010 റോഡിന്റെ നിർമ്മാണം തുടങ്ങിയത്. മണ്ണുപണികൾ മാത്രം നടത്തി കരാറുകാരൻ മുങ്ങി. 14 വർഷം ഒരു നടപടിയും ഉണ്ടായില്ല. 2024 റോഡ് പണിക്കായി വീണ്ടും ടെൻഡർ വിളിച്ചു. കരാർ നൽകി പണി തുടങ്ങിയപ്പോൾ വനം വകുപ്പ് തടസ്സവാദവുമായി എത്തി. പ്രധാനമായും ഉണ്ടായ തടസ്സം എന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ ആദ്യ തടസ്സം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഏകദേശം മാറിയിട്ടുണ്ട്. പുതുതായി റോഡ് എടുക്കാമെന്ന് പലരും വാഗ്ദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിരുന്നു. അതും നടന്നിട്ടില്ല. ഞാൻ മുൻപ് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇതിനുവേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെയും പിന്നീട് ഒരു ചലനം ഇതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഇത് നടത്തി പൂർത്തീകരിച്ച് തരണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. റോഡ് കടന്നു പോകുന്ന വഴിക്ക് ഇരുവശവും പട്ടയഭൂമിയാണ്. ഇവിടുള്ള കുടുംബങ്ങൾക്ക് പട്ടയം നൽകുമ്പോൾ റോഡ് ഒഴിവാക്കി അളന്നാണ് പട്ടയം നൽകിയത്. റോഡിനായി പ്രത്യേകം പട്ടയം നൽകുന്ന പതിവുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. എനിക്ക് അതിരാവിലെ എണീറ്റ് മാത്രമാണ് എനിക്ക് കൃത്യസമയത്ത് സ്കൂളിലെത്താൻ പറ്റുള്ളൂ. വണ്ടി വിളിച്ചാൽ വരാൻ പറ്റില്ല. കാരണം ഇതേപോലത്തെ റോഡാണ്, വണ്ടി കയറില്ല. പിന്നെ മഴക്കാലത്തൊക്കെ ഭയങ്കര പാടാണ് കയറി വരാനും നടന്നു പോകാനൊക്കെ. 3 കിലോമീറ്റർ ഏകദേശം നടക്കണം. കുറേ ഭാഗം, അതിൻ്റെ പകുതിയോളം ഭാഗം മിറ്റിലിടുകയും കലുങ്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പണി തീരുകയും എല്ലാം ചെയ്താണ്. ഫോറസ്റ്റുകാരുടെ തടസ്സങ്ങൾ മൂലം എല്ലാം ഇവിടെ ഈ പണി തടസ്സപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു വാഹനങ്ങൾ മനുഷ്യന് നടന്നു പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇതിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇട്ട മിറ്റിൽ വരെ ഇന്ന് തേഞ്ഞു തീർന്നിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ടതാണ്. ഒരിക്കൽ കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ റോഡ് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കണം. സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും അനാസ്ഥയാണ് ഈ റോഡ് നിർമ്മാണം അനന്തമായി നീളാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ തൽസ്ഥിതി വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കണമെന്നും ആവശ്യം. ഒരു റോഡിനു വേണ്ടി ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വരുന്ന ആളുകളുടെ ഗതികേട് ഇനിയെങ്കിലും മാറ്റിക്കൊടുക്കണം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. വനജ PR പറയുന്നു, ഒത്തൊരുമയില്ലാത്ത വകുപ്പുകൾ, ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ എന്ന്. അലി അക്ബർ പറയുന്നു, 3 പഞ്ചവത്സര പദ്ധതികൾ പൂർത്തീകരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഒരു ചെറിയ റോഡിൻ്റെ വർക്ക് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നാണക്കേട് തന്നെയല്ലേ എന്ന്. രവികുമാർ PB പറയുന്നു, അവിടെ ജനപ്രതിനിധികൾ ആരുമില്ലേ? ജനങ്ങൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടോ? ഇതിനൊക്കെയാണ് സമരം നടത്തേണ്ടത് എന്ന്. ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രവികുമാർ PB ചോദിച്ചതുപോലെ തന്നെ പൊതുജനം കഴുതയല്ല സാറും ചോദിക്കുന്നു, ആ നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ലേ? അതിന് നേതാക്കളില്ലേ? അവിടെ തദ്ദേശ സ്ഥാപന പ്രതിനിധികളില്ലേ? അവർക്കൊക്കെ ഈ കാര്യത്തിൽ ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ കാര്യമാണ്, അത് പോകട്ടെ. ആ റോഡിൻ്റെ അവസ്ഥ എത്രയോ കാലമായി ആ നിലയിൽ വളരെ കണ്ടാൽ തന്നെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊന്നും ഇത്രയും അധികം കാലം ഒരു റോഡ് ഈ മട്ടിൽ കിടക്കുന്ന കാഴ്ച കാണാൻ കഴിയില്ല. അവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്ക്
അവിടെയുള്ള സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തകർക്ക്, അവിടെയുള്ള ജനപ്രതിനിധികൾക്കൊക്കെ അല്പമെങ്കിലും ഉളുപ്പുണ്ട്. അതുകൊണ്ടാണ് ആ റോഡ് ആ നിലയിൽ കിടക്കാത്തത്. പക്ഷേ ഈ സ്ഥലത്ത് എന്തുകൊണ്ടാണ് 16 വർഷം ഈ റോഡിൻ്റെ അവസ്ഥ ഈ നിലയിൽ കിടക്കുന്നത്? വനംവകുപ്പിൻ്റെ അനുമതി ലഭിച്ചില്ല എന്നൊക്കെയുള്ള സാങ്കേതികമായ ചില വാദങ്ങൾ പറയുക എന്നതിനപ്പുറം ജനപ്രതിനിധികളാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളാണ് എന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കാതെ ഈ നിലയിലുള്ള കാര്യങ്ങൾക്കായി, നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ഒത്തൊരുമിച്ചുള്ള കൂട്ടായുള്ള പ്രവർത്തനം, സമ്മർദ്ദം ഇതൊക്കെ ശക്തിപ്പെടുത്തുക എന്നതാണ് താഴെ തട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ചെയ്യേണ്ടത്. അതിനൊപ്പം തന്നെ അവരത് ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാൻ ആ നാട്ടിലെ പ്രതികരണശേഷിയുള്ള ജനങ്ങൾക്ക് കഴിയുകയും വേണം. ഇന്നു വയനാട്ടിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ ദുരന്തബാധിതർ താമസം തുടങ്ങിയതിന് പിന്നാലെ സർക്കാർ ടൗൺഷിപ്പിലെ 7 വീടുകളുടെ താക്കോൽ ഊരാളുങ്കൽ അധികൃതർ കൈമാറി. 3 ഘട്ടമുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് താക്കോലുകൾ കൈമാറിയത്. ക്ലസ്റ്ററുകൾ തിരിച്ച് വീടുകൾ കൈമാറുകയാണ് ലക്ഷ്യമെന്ന് ഊരാളുങ്കലിന്റെ അധികൃതർ പറഞ്ഞു. അതേസമയം നിലവിലെ നടപടിക്കെതിരെ രാഷ്ട്രീയ വിമർശനങ്ങളും ഉയരുകയാണ്. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം ചേരുന്നു. കാളിദാസൻ ദേവദത്തം, ഇന്നിപ്പോൾ സർക്കാർ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട 7 വീടുകളുടെ, നേരത്തെ 172 വീടുകളുടെ പട്ടയമാണ് സർക്കാർ കൈമാറിയിരുന്നത്. ഇപ്പോൾ അതിന് പിന്നാലെ ഈ വീടുകളൊന്നും അവിടെ അത് പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല, ടൗൺഷിപ്പ് പൂർത്തീകരിച്ചിട്ടില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉയർന്നപ്പോൾ തുടർന്ന് ഇപ്പോൾ 7 വീടുകളുടെ താക്കോൽ ഊരാളുങ്കൽ അധികൃതർ കൈമാറിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ഒരു സ്നേഹനിലാവിൻ്റെ വാർത്ത എത്തിയിരുന്നു. മുസ്ലിം ലീഗ് അവിടെ വീടുകൾ നിർമ്മിച്ചു നൽകി, അവർക്ക് അവിടെ ജനങ്ങൾ, ഈ ദുരന്തബാധിതരായിട്ടുള്ളവർ താമസം തുടങ്ങി എന്ന വാർത്ത വന്നിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ഈ ഊരാളുങ്കലിൻ്റെ നീക്കം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതുതന്നെയാണ് ദിലീപ് കുമാർ. ഇപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് കൂടി പാത്രമാവുകയാണ് നിലവിലെ ഈ ഊരാളുങ്കൽ അധികൃതരുടെ നടപടി എന്നുള്ളതാണ്. പക്ഷേ പ്രധാനമായും ആദ്യഘട്ടത്തിൽ സർക്കാർ ഉദ്ഘാടനം നടത്തി 178 വീടുകളുടെ പട്ടയ കൈമാറ്റമായിരുന്നു നടന്നിരുന്നത്. അന്ന് താക്കോൽദാനം എന്നുള്ളതും കൂടി അന്ന് നേരത്തെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റുകളിലടക്കം അത്തരത്തിലായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് ഈ തരത്തിൽ താമസം തുടങ്ങിയില്ല എന്നുള്ള തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നതിന് പിന്നാലെ, ഒരു വീട്ടിൽ വിള്ളൽ ഉണ്ടായതിന് പിന്നാലെ, അല്ലെങ്കിൽ വിള്ളൽ കണ്ടെത്തിയെന്നുള്ള വാർത്തകൾക്ക് പിന്നാലെ റവന്യൂ മന്ത്രി അടക്കം ഇവിടെ എത്തി ഒരു വിശദീകരണം നൽകിയിരുന്നു. പട്ടയങ്ങൾ മാത്രമാണ് കൈമാറിയതെന്നുള്ളത്. അതിനുശേഷം ഉയർന്ന ചോദ്യം എന്നുള്ളത് എപ്പോഴാണ് താക്കോലുകൾ കൈമാറുക ഈ ആദ്യഘട്ടത്തിലെ വീടുകളുടെ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ ഭവനങ്ങളിൽ ദുരന്തബാധിതർ താമസം തുടങ്ങിയത്. അതിന് പിന്നാലെ ഇന്നിപ്പോൾ ഊരാളുങ്കൽ അധികൃതർ ഈ ക്ലസ്റ്റർ തിരിച്ച്, അതായത് കൃത്യമായി പറഞ്ഞാൽ 3ാം സോണിലാണ്, 3ാം സോണിലെ എ ക്ലസ്റ്ററിലെ 196 മുതൽ 202 വരെയുള്ള 7 വീടുകളുടെ താക്കോലുകളാണ് കൈമാറിയത്. ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി എന്നുള്ളതും കൂടിയാണ് ഊരാളുങ്കൽ അധികൃതർ വ്യക്തമാക്കുന്നത്. അതായത് 3 ഘട്ടത്തിലുള്ള, പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാർ ടൗൺഷിപ്പിനെ സംബന്ധിച്ച് 3 ഘട്ടത്തിലുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ഓരോ വീടുകളും കൈമാറുന്നത്. അങ്ങനെ 3 ഘട്ടത്തിലെ പരിശോധനകൾ സംയുക്തമായി കൂടി, അതായത് കിഫ്കോണും ഊരാളുങ്കൽ അധികൃതരും സംയുക്തമായി നടത്തിയ പരിശോധനകൾക്ക് ശേഷം 3 ഘട്ടത്തിലുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ഈ 7 വീടുകളുടെ താക്കോലുകൾ നൽകിയത്. അതേസമയം 178 വീടുകളുടെ ആദ്യഘട്ടത്തിൽ നൽകേണ്ടിയിരുന്നത്, അവിടെ താമസം തുടങ്ങിയിരുന്നത് 178 കുടുംബങ്ങളായിരുന്നു. ആ 178 വീടുകളുടെ പട്ടയ കൈമാറ്റമായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ അതിൽ ഈ 178ൽ 56 വീടുകളുടേതാണ് രണ്ടാം ഘട്ട പരിശോധനകൾ, അല്ലെങ്കിൽ 2ാം ഘട്ട പരിശോധനകളിൽ തന്നെ പൂർത്തിയായത് എന്നുള്ളതും കൂടിയാണ്. 178 വീടുകളുടെ ആദ്യഘട്ട പരിശോധനകൾ പൂർത്തിയായി. അതിൽ 56 വീടുകളുടെ 2ാം ഘട്ട പരിശോധനയും പൂർത്തിയായി. ഈ 56 വീടുകളിൽ നിന്ന് 3ാം ഘട്ട പരിശോധന പൂർത്തിയായ 7 വീടുകളുടെ താക്കോലുകളാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇപ്പോൾ ഈ താക്കോലുകൾ ലഭിച്ച ദുരന്തബാധിതരടക്കം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ദിവസം തീരുമാനിച്ച് താമസിക്കാമെന്നുള്ളതാണ്. നിലവിൽ താമസിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇവിടുത്തെ വെള്ളത്തിനുള്ള സംവിധാനമൊക്കെ തന്നെ തയ്യാറായിരിക്കുന്നു. നമ്മൾ അല്പസമയം മുമ്പ് അത് നോക്കിയത് കൂടിയാണ്. എന്തായാലും ഇനിയുള്ള നടപടികൾ എന്ന് പറയുന്നത് മറ്റുള്ള വീടുകൾ എപ്പോഴത്തേക്ക് വാസയോഗ്യമാകും. ആദ്യഘട്ടത്തിലെ 178 വീടുകളുടെയും കെട്ടിടങ്ങൾ 2-3 ദിവസത്തിനകം, ഭൂരിഭാഗം വരുന്ന കെട്ടിടങ്ങളും പൂർത്തിയായി. മൊത്തം ആദ്യഘട്ടത്തിലുള്ള 178 വീടുകളുടെയും കെട്ടിടങ്ങൾ 2-3 ദിവസത്തിനകം പൂർത്തിയാകുമെന്നുള്ളതും കൂടിയാണ് ഊരാളുങ്കൽ അധികൃതർ പറയുന്നത്. അതോടൊപ്പം തന്നെ സ്ക്രീഡ് കോൺക്രീറ്റിംഗ് അടക്കമുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിച്ചിരിക്കുകയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ മെയ് 20 എന്നുള്ള ഒരു തീയതി കൂടി ഇപ്പോൾ പറയുന്നുണ്ട്. ഏപ്രിൽ 30 എന്നുള്ളതായിരുന്നു ഊരാളുങ്കൽ അധികൃതർ നിർമ്മിച്ച് നൽകാമെന്ന് ഏറ്റിരുന്ന, അല്ലെങ്കിൽ അത് പറഞ്ഞിരുന്ന തീയതി. ചിലപ്പോൾ വയനാട്ടിൽ നിന്ന്
കാളിദാസൻ ദേവദത്തം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.